माननीय डॉक्टर मनमोहन सिंह जी का स्मरण करना चाहूँगा। इतने लंबे अरसे तक इस सदन का मार्गदर्शन किया। माननीय डॉक्टर मनमोहन सिंह की योगदान की चर्चा जरूर। കാലാവധി അവസാനിക്കുന്ന രാജ്യസഭാംഗങ്ങളുടെ യാത്രയയപ്പ് വേളയിൽ സംസാരിക്കവേ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംഭാവനകളെ പ്രശംസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനാധിപത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ മൻമോഹൻ സിംഗ് ഓർക്കപ്പെടും. ഒരു MP തന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് എത്രമാത്രം ബോധവാന്മാരായിരിക്കണം എന്നതിന്റെ ഉദാഹരണമാണ് അദ്ദേഹമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. വീൽ ചെയറിലിരുന്നു പോലും തന്റെ കടമ നിറവേറ്റിയ വ്യക്തിയാണ് അദ്ദേഹം. താൻ 6 തവണ സഭയിൽ അംഗമായിരുന്നു. ആശയപരമായ വ്യത്യാസങ്ങളുണ്ട്, എന്നാൽ ആശയപരമായ ഭിന്നതകൾക്ക് ആയുസ് കുറവാണ്. ജനാധിപത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ മൻമോഹൻ സിംഗ് ഓർക്കപ്പെടുമെന്നും മോദി വ്യക്തമാക്കി. മറ്റൊരു സഭയിൽ വോട്ടെടുപ്പിനിടെ ട്രഷറി ബെഞ്ച് വിജയിക്കുമെന്ന് അറിഞ്ഞിട്ടും ഡോക്ടർ മൻമോഹൻ സിംഗ് തന്റെ വീൽചെയറിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തി. ജനാധിപത്യത്തിന് കരുത്ത് പകരാനാണ് അദ്ദേഹം വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, മോദി പറഞ്ഞു. ഒരു MP തന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് എത്രമാത്രം ബോധവാന്മാരായിരിക്കണം എന്നതിന്റെ ഉദാഹരണമാണ് മൻമോഹൻ സിംഗ്. അദ്ദേഹം രാജ്യത്തെ നയിച്ച രീതി, ഭരണകാലത്ത് പ്രകടിപ്പിച്ച കഴിവ് എല്ലാം മാതൃകാപരമാണെന്ന് മോദി പറഞ്ഞു. ഡോക്ടർ मनमोहन सिंह जी का स्मरण करना चाहूँगा। 6 बार इस सदन में वो अपने मूल्यवान विचारों से और नेता के रूप में भी और प्रतिपक्ष में भी नेता के रूप में उनका बहुत बड़ा योगदान रहा है। वैचारिक मतभेद, कभी बहस में छिटाकशी, वो तो बहुत अल्पकालीन होता है, लेकिन इतने लंबे अरसे तक जिस प्रकार से उन्होंने इस सदन का मार्गदर्शन किया है, देश का मार्गदर्शन किया है, वो हमेशा हमेशा जब भी हमारे लोकतंत्र की चर्चा होगी तो कुछ माननीय सदस्यों की जो चर्चा होगी उसमें माननीय डॉक्टर मनमोहन सिंह की योगदान की चर्चा जरूर। 91-കാരനായ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ വീൽചെയറിൽ രാജ്യസഭയിൽ എത്തിച്ച ഡൽഹി സർവീസ് ബില്ലിനെതിരെ വോട്ട് ചെയ്യിപ്പിച്ചത് വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. മൻമോഹൻ സിംഗിന്റെ സാന്നിധ്യത്തെ പ്രതിപക്ഷം പ്രശംസിച്ചപ്പോൾ അങ്ങേയറ്റം ലജ്ജാകരമെന്നാണ് BJP അന്ന് വിശേഷിപ്പിച്ചത്. കോൺഗ്രസിന്റെ ഈ ഭ്രാന്ത് രാജ്യമോർക്കുമെന്നും BJP ആഞ്ഞടിച്ചു. ഇത്രയും മോശം ആരോഗ്യനിലയിൽ പോലും ഒരു മുൻ പ്രധാനമന്ത്രിയെ പാർലമെന്റിൽ രാത്രി വൈകി വീൽചെയറിൽ ഇരുത്തിയത് അങ്ങേയറ്റം ലജ്ജാകരമാണെന്നും ഒരു സത്യസന്ധതയില്ലാത്ത കൂട്ടുകെട്ട് നിലനിർത്താൻ വേണ്ടി മാത്രമാണിതെന്നും പാർട്ടി വിമർശിച്ചു. പോലീസിനു പുറമെ ഡൽഹിയിലെ സർക്കാർ വകുപ്പുകളിലും ബോർഡുകളിലും കമ്മീഷനുകളിലും പ്രധാന ഉദ്യോഗസ്ഥരെ നിയമിക്കാനും സ്ഥലം മാറ്റാനും കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നതാണ് ബില്ല്. 2003-ലാണ് ഡൽഹി സർവീസ് ബിൽ എന്നറിയപ്പെടുന്ന ഗവൺമെന്റ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ബിൽ രാജ്യസഭ പാസാക്കിയത്. 133 വോട്ടുകൾ നേടിയാണ് ബില്ല് പാസായത്. പ്രതിപക്ഷത്തിന് 101 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. ഫെഡറലിസത്തെ തകർക്കാനുള്ള ശ്രമമെന്നാരോപിച്ച പ്രതിപക്ഷവും തലസ്ഥാനത്തിന്റെ പ്രത്യേകത ചൂണ്ടിക്കാട്ടി ഭരണപക്ഷവും തമ്മിൽ രാജ്യസഭയിൽ നടന്ന നീണ്ട വാക്പോരിനൊടുവിൽ ബിൽ ശബ്ദ വോട്ടോടെയാണ് പാസായത്. ഗ്രൂപ്പ് A ഓഫീസർമാരുടെ നിയമനത്തിനും സ്ഥലം മാറ്റത്തിനും പ്രത്യേക അതോറിറ്റി രൂപവൽക്കരിച്ചുകൊണ്ടുള്ള ഓർഡിനൻസ് മെയ് 19-നാണ് കേന്ദ്രം പുറത്തിറക്കിയത്. ക്രമസമാധാന പാലനം, പോലീസ്, ഭൂമി എന്നിവ ഒഴികെയുള്ള വിഷയങ്ങളിൽ ഡൽഹിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനാണ് പൂർണ്ണ അധികാരമെന്ന സുപ്രീം കോടതി വിധി വന്ന ദിവസങ്ങൾക്കകമായിരുന്നു കേന്ദ്രം ഓർഡിനൻസ് കൊണ്ടുവന്നത്. ഡൽഹി സർക്കാരും കേന്ദ്രവും തമ്മിലുള്ള അധികാര തർക്കങ്ങളിൽ കെജ്രിവാൾ സർക്കാരിന് മേൽക്കൈ നൽകുന്നതായിരുന്നു സുപ്രീം കോടതി വിധി. രാജ്യസഭയിലെ 56 അംഗങ്ങളുടെ കാലാവധി ഏപ്രിൽ 2, 3 തീയതികളിൽ അവസാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന പാർലമെന്റ് സമ്മേളനം കൂടിയാണിത്.